അലക്സ്, ഹായ്. വാ. ഐ എം സോറി ശ്രീ, നിന്നോട് പറഞ്ഞിരുന്നതുകൊണ്ട് മാത്രം വന്ന് എനിക്ക് ഉടനെ തിരികെ പോകണം. മറ്റന്നാൾ ഡൽഹിയിൽ എത്തണം. എന്താ ദിടീർന്നൊരു പ്രോഗ്രാം? എന്റെ അമ്മയും രണ്ടാം പപ്പായും വന്നിരുന്നു. മുഖം കാണിക്കാൻ ചെന്നേ പറ്റും. അവരെന്താ ഈ സമയത്ത്? ആ ക്രിസ്മസ് ഗൾഫിൽ ആഘോഷിച്ചിട്ട് ഹാങ് ഓവർ തീർക്കാൻ നാട്ടിലെത്തുക. കൂടാതെ എന്റെ പെങ്ങളെ ഒരു ഗൾഫുകാരന് പിടിച്ചു കൊടുക്കാനും പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അവളുടെ കാര്യം അതുകൊണ്ടാ പോണം. ഞാൻ നീ വരുന്ന പ്രമാണിച്ചേ അമ്മയെ ഗുരുവായൂർക്ക് കൊണ്ടുവിട്ട് വീട് കാലിയാക്കി ഇട്ടിരിക്കുന്നു. ശരിക്കും മേളത്തിന് കുഴപ്പമൊന്നും വേണ്ട. അലക്സേ, നിന്റെ ലേറ്റസ്റ്റ് പെർഫോമൻസിന്റെ കഥ പറ. ഓ, ഇപ്രാവശ്യം ഒന്നിനൊരു മൂഡില്ലായിരുന്നു. എന്താ? രണ്ടാം പപ്പാടെ വരവ് കാരണം. എന്നാലും ചെറുതെന്തെങ്കിലും നീ നടത്തി കാണും. ആ, ഇന്നലെ ചെറുതായിട്ടൊരെണ്ണം. അത് പറ, അത് പറ, അത് പറ, അത് പറ. കേൾക്കണം. രാത്രി 1 മണിയായി എറണാകുളത്തെത്തി. ഒരു ഓട്ടോ പിടിച്ച് നേരെ ഒരു ലോഡ്ജിലേക്ക്. ഗേറ്റിൽ ചെന്നപ്പോ രണ്ടെണ്ണം ചരക്കുകളാണോ? ഒന്നൊരാറ്റം ചരക്ക്, ഒന്നൊരറുബോ. നീ ആറ്റനെ തന്നെ അറുബോറിനെ തന്നെ അങ്ങ് എടുത്തു. അതെന്താ? അല്ലെ മറ്റേ അങ്ങനെ വരുന്ന മൂഡ് ഓഫ്. എന്നിട്ട് കൗണ്ടറിൽ ചെന്നപ്പോഴാ വേറെ രസം. റൂമില്ലാന്ന്. അമ്മ സ്ഥിരം പരിപാടിയാ. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ഒന്ന് വരട്ടി നോക്കി. സ്ട്രോങ് ആയിട്ട് രക്ഷയില്ല. അവന്മാരും ഭയങ്കര സ്ട്രോങ്. പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് 20 മണിസിൽ അങ്ങ് തീർന്നു. ഒടുവിൽ മുറിക്കകത്ത് കയറിയപ്പം മണി 2:30. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് റൂം വിട്ടിങ് പോന്നു. അപ്പൊ ഒന്നും ചെയ്തില്ലേ? പിന്നെ ചെയ്യാതെ എങ്കിൽ അത് പറയാശനെ. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ വർത്താനം പറഞ്ഞിരിക്കാൻ വല്ല സബ്ജക്ട് വേണമെന്ന് അറിയാ. നീ പറയുന്നെങ്കിൽ എല്ലാം പറ. ശരി, അതേപടി ഞാൻ കളിച്ചേ. ഞാൻ മുറിക്കാതെ കയറി. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ വല്ലതും കിടന്നേ. അത് നിന്റെ സ്ഥിരം നമ്പർ. കുറച്ച് കഴിഞ്ഞപ്പോ അവള് പ്ലാനിൽ വന്ന് ഈ വിരലിങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഒരു ചൊറി കുറച്ചു നേരം പിടിച്ചോ. അപ്പൊ അവള് അസല് പരിപാടി. ഒരു അസല് പരിപാടി. അപ്പുറത്തെ വലിയൊരു അലവലാതെ ഉണ്ട്. നീ പറ. ആ കിളവിയോ? അതല്ലെന്ന് വേറൊന്നും വന്നിട്ടുണ്ട്. തോടക്കം പൊട്ടിക്കൊണ്ടൊരു സമയം ഒരു കാര്യം പറഞ്ഞു. അലക്സേ, പ്ലീസ് പറയടാ. ഞാനൊന്ന് കണ്ടോട്ടെ ശ്രീ. കേളിയല്ലത്? അതെ, നിനക്കെങ്ങനെ അറിയാം? അവളെന്താ ഇവിടെ? അത് അവളുടെ അമ്മയുടെ വീടാണ്. അവൾക്ക് അമ്മയില്ല. അതേടാ, അവളുടെ അമ്മയുടെ അമ്മയാ കുഞ്ഞുഞ്ഞമ്മ. Oh my God. What a surprise. എന്താ അലക്സേ, നീ എങ്ങനെ അറിയാം അവളെ? നിനക്കെന്തറിയാം അവളെ കുറിച്ച്? എനിക്കൊന്നും അറിയില്ല. പറഞ്ഞു കാണില്ല അവൾ ആരോട്. എന്ത് പറയാ? പറയാ അലക്സേ. She's a dying patient. I mean, her days are numbered. ദിവസങ്ങളെന്നല്ല മണിക്കൂറുകൾ വരെ എണ്ണപ്പെട്ട അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം പെൺകുട്ടിയാണ് അവൾ. ഈശ്വര, അവൾ ഇപ്പോഴും ജീവനോടെ, അതും എന്റെ മുമ്പിൽ. ഇല്ല അലക്സ്, നിനക്ക് ആരെ കാണും? ഇല്ല, ഒരിക്കലും തെറ്റില്ല. എന്റെ അനിയത്തി ഉഷയുടെ ഏറ്റവും വലിയ കൂട്ടുകാരി, അവളുടെ ജീവന്റെ ജീവൻ. നിനക്കറിയാമോ, ഡൽഹിയിൽ ആ കോളേജ് മുഴുവൻ അവളുടെ ഡാഡി എല്ലാവരും കാത്തിരിക്കുകയാണ് അവളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ. എന്താണ് അവളുടെ അസുഖം? ബ്രെയിനാണ്. ഞാൻ പോട്ടെ ശ്രീ. അവളുടെ ഡാഡി അറിയിക്കണം, എന്റെ ഉഷയെ അറിയിക്കണം. അവർക്കുള്ള ഏറ്റവും വലിയ ന്യൂസ് ആയിരിക്കും ഇത്. ഗേലിക്കറിയാം അവളുടെ അസുഖത്തെ കുറിച്ച്? പിന്നെ അവൾക്കെല്ലാം അറിയാം. അതുകൊണ്ടല്ലേ അവൾ ആരോടും പറയാതെ പോകുന്നു. ഞാൻ പോട്ടെ ശ്രീ. നിക്ക് അലക്സ്, ഒന്ന് വിശദമായിട്ട് പറയട്ടോ. സത്യത്തിൽ അവൾക്ക് എന്താണ്? ഉഷ പറഞ്ഞ അറിവേ എനിക്ക്. പണ്ടപ്പോഴോ ഡൽഹിയിൽ വെച്ച് ഗേളിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. തലയ്ക്ക് ചതവ് പറ്റി കുറെ കാലം അവൾ ആശുപത്രി കിടന്നു. എല്ലാം ഭേദമായെന്ന് കരുതി തിരികെ പോരുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവസം ക്ലാസ് റൂമിൽ ചാടി എഴുന്നേറ്റ് അവൾ ഓടി, ഭ്രാന്തിയെ പോലെ. വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചെറിഞ്ഞിട്ട് ഓടി തളർന്ന് ബോധം കെട്ട് അവൾ ഒരിടത്ത് വീണു. കോളേജ് മുഴുവൻ നൊമ്പരപ്പെട്ട ദിവസമായിരുന്നു അത്. പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോഴാണ്
ഡോക്ടർമാർ ബ്രെയിൻ്റെ തകരാറ് കണ്ടുപിടിച്ചത്. ബ്ലഡ് ക്ലോട്ടിംഗ് എന്നോ ഗ്രോത്ത് എന്നോ പിന്നെ എന്തൊക്കെയോ പേരൊക്കെ അവർ പറയുന്നു. ഏത് നിമിഷവും മരിക്കാം. ചെയ്യാവുന്നത് ഒരു മേജർ ഓപ്പറേഷനാണ്. അത് ചെയ്താലും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഓപ്പറേഷൻ നടന്നില്ല. അതിനു മുമ്പ് അവളെ സ്നേഹിക്കുന്നവരുടെ മുഖത്തെ ദുഃഖം കണ്ട് അത് താങ്ങാനാവാതെ അവൾ പുറപ്പെട്ടതാണ്. ഈ 25 ദിവസം അവൾ ജീവിച്ചു എന്ന് തന്നെ ഒരു മഹാത്ഭുതമാണ്. ഞാൻ പോട്ടടാ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear girlie. Happy birthday to you. Happy birthday to you. ആ എവിടെയായിരുന്നു ഇന്നലെ? കണ്ടില്ലല്ലോ. വരാൻ പറ്റിയില്ല. ഗേളിക്ക് എങ്ങനെയുണ്ട്? പേടിച്ചതുപോലെ ഒന്നുമില്ല. ചെല്ല്, അകത്തുണ്ട്. വേണ്ട, ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി. കാണുന്നില്ലേ? ഇല്ല, പോയിട്ട് പിന്നെ വരാം. പിന്നെ കാണുന്ന ഇപ്പൊ കാണുന്ന എല്ലാം ഒന്ന് തന്നെ. അകത്തോട്ട് പൊയ്ക്കോളുന്നേ. ഓ യു. വേണ്ട, എഴുന്നേക്കണ്ട. ഏയ്, എനിക്കത്ര വലിയ അസുഖമൊന്നും എന്നാലും കിടന്നോളൂ. ഞാനിവിടെ ഇരുന്നോട്ടെ. പ്ലീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല. അമ്മയെ കൊണ്ടുവരാൻ പോകുന്നില്ലേ? അമ്മ ഇനി 4-5 ദിവസം കഴിഞ്ഞേ വരൂ. ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ കൂടുന്നു ശ്രീ. പറ, വലുതൊക്കെ പറ. ഗേളിയുടെ കൊച്ചു കൊച്ചു തമാശകൾക്ക് ഞാൻ തന്ന ശിക്ഷ അത് ഇത്രത്തോളം വരുമെന്ന് ഞാൻ കരുതിയില്ല. ഐ എം സോറി. ഹേയ്, അതൊന്നും സാരമില്ല. ഒന്നുമില്ലെങ്കിലും ഇതിങ്ങനെ തൂക്കി നടക്കലൊരു എൻഗേജ്മെന്റ് അല്ലേ? പടക്കം പൊട്ടി ഒന്ന് പേടിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇങ്ങനെ കത്തിപ്പൊളിക്കെന്ന് കരുതിയില്ല. ഹേയ്, അതൊരു മണ്ടെന്നാണ്. കൈ ഇങ്ങനെ പൊള്ളി കിട്ടിയതുണ്ടല്ലേ തന്നെത്താൻ മതിമറന്ന് ഡാൻസ് ആടിയത്. അത് അപ്പോഴത്തെ ഒരു ഇതിലങ്ങ് ചെയ്തു പോയതാണ്. നൗ ഐ ഫീൽ സോറി. വിഷമിക്കണ്ട ശ്രീ. ഈ ദേഹം മുഴുവൻ പൊള്ളിപ്പോയാലും എനിക്കൊന്നുമില്ല. അതാ ഞാൻ. പിന്നെ ഇന്നലെ വരാൻ പറ്റിയില്ല. ബർത്ത്ഡേയുടെ ഗ്രീറ്റിംഗ്സ് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ഗ്രീറ്റിംഗ്സേ ഉള്ളൂ, സമ്മാനമൊന്നുമില്ലേ? ഓ, മറന്നുപോയി. സമ്മാനാണല്ലോ ഇത്. പ്ലീസ്, ഈ തെറ്റിന് എന്ത് പ്രായചിത്തമാണെങ്കിലും ഞാൻ ചെയ്യാം. ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോകുന്നു. ഇനിയും വരും ഗേളിയെ കാണാൻ. നിക്കേ, എന്തു പറ്റി ശ്രീക്ക്? ഈ മനമാറ്റത്തിന് എന്താ കാര്യം? വല്ലാതെ മാറിയിരിക്കുന്നല്ലോ ആ മനസ്സും ആളും. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. എനിക്കറിയാം, ഡെഫിനറ്റ് ആയിട്ട് എനിക്കറിയാം. എന്ത്? ശ്രീക്ക് എന്നോട് പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഈ ബാൻഡേജ് കണ്ടുകൊണ്ടുള്ള പ്രേമമാണോ? ഇത് 4 ദിവസം കഴിഞ്ഞ് അഴിച്ചു കളയും. പിന്നെ കുറെ കരിഞ്ഞ പാടുകളെ കാണും. അത് കാണുമ്പോ പ്രേമം പോയി പോവരുത്. ആ, എവിടെ എന്റെ മഞ്ഞ റോസ? അത് ഞാൻ നിങ്ങളുടെ തോട്ടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓ, റിയലി? കാറ്റും വെളിച്ചവും കൊള്ളിക്കാതെ ശ്രീ മുറിക്കകത്ത് പൂട്ടിയിട്ട് എന്റെ പ്രതിഷേധമാ. എത്ര ഇലകൾ കരിഞ്ഞെന്ന് നോക്കിയേ. ആ, വലിയമ്മച്ചി, ആ ക്യാമറ ഒന്ന് എടുത്തോണ്ട് വരുമോ? നൈസ്, വെരി നൈസ്. വെള്ളം ഒഴിച്ചാ പൊട്ടുന്ന ബോംബൊന്നുമില്ലല്ലോ ഇതിനകത്ത്.
എന്റെ ഒരു കൊച്ചു തമാശയാ, ഒന്നും തോന്നണ്ട. എന്തിനാ മോളെ ക്യാമറ ചോദിച്ചത്? ഇങ്ങോട്ട് വാ ശ്രീ, എന്റെ വല്യമ്മച്ചിന് ഫോട്ടോ ബോയ്സ്, അയ്യോ വേണ്ട വേണ്ട, ഞാനില്ല. വല്യമ്മച്ചി വേണ്ട അതേ പുന്നാരം കാണിക്കാതെ. വേണ്ട. ഇങ്ങോട്ട് നീങ്ങിനെ. റെഡി റെഡി. റെഡി.